നമസ്കാരം. മലേഷ്യൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ആകെ എത്ര രൂപ ചിലവായി, എവിടെയൊക്കെ പോയി, മലേഷ്യയിൽ ഞങ്ങൾ ആകെ എത്ര ദിവസം ചിലവഴിച്ചു, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിലവിലിപ്പോൾ ഇന്ത്യക്കാർക്ക് മലേഷ്യയിലേക്ക് പോകാനാണെങ്കിൽ വിസ വേണ്ട, ഫ്രീ ആണ്. ഇതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് പറയുകയാണെങ്കിൽ വിസക്ക് പകരം വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. മലേഷ്യയുടെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമുക്കിത് എടുക്കാനായി സാധിക്കുക. നമ്മൾ എപ്പോഴാണോ മലേഷ്യയിൽ എത്തുന്നത് അതിൻ്റെ 72 മണിക്കൂർ മുമ്പ് മുതലാണ് നമുക്കിത് എടുക്കാനായി സാധിക്കുക. അതിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ മലേഷ്യയിൽ ആദ്യത്തെ ദിവസം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു അഡ്രസ്സ്, അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സബ്മിറ്റ് കൊടുക്കുമല്ലോ, ആ സെക്കൻഡിൽ തന്നെ അത് അപ്രൂവ് ആയി കിട്ടും. എല്ലാം ശരിയാണെങ്കിൽ അത് മാത്രം നമ്മളൊന്ന് കയ്യിൽ കരുതുക. പിന്നെ വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസം മലേഷ്യയിൽ താമസിക്കുന്നു അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ്, ബസ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ്, കൂടാതെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ് റിട്ടേൺ ടിക്കറ്റ്. റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സീലടിച്ച് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സുഖമായിട്ട് മലേഷ്യയിലേക്ക് പോകാനായി സാധിക്കുക. ഇനിയിപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് ആയ നമുക്ക് എത്ര രൂപ ചിലവായി എന്നറിയണ്ടേ, അതാദ്യം തന്നെ പറയാം. മലേഷ്യയിലാകെ 13 സ്റ്റേറ്റുകളും 3 FTകളാണുള്ളത്. കോലാലംപൂരും മെലാക്കയ്ക്കുള്ള ഒരു കരഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും യാത്ര പോയത്. 2 സ്റ്റേറ്റുകൾ കുറച്ച് വ്യത്യസ്തമായ ഭാഗത്താണുള്ളത്. അത് ഇന്തോനേഷ്യൻ്റെ ഭാഗത്താണ് ഉള്ളത്. അതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപൊക്കെ കുറച്ച് മാറിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോകാനായി സാധിച്ചില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആകെ എത്ര ദിവസം മലേഷ്യയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ആദ്യം പറയാം. നമ്മൾ ആദ്യം എറണാകുളത്ത് നിന്ന്, അതായത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി. അന്ന് രാത്രിയായി. പിറ്റേ ദിവസം നമ്മൾ കോലാലംപൂരെത്തി. കോലാലംപൂരിൽ ഞങ്ങൾ 4 ദിവസമാണ് താമസിച്ചത്. അതിനുശേഷം നേരെ ജോർജ് ടൗണിലേക്ക് പോയി. ജോർജ് ടൗണിൽ ഞങ്ങൾ 2 രാത്രിയാണ് താമസിച്ചത്. അതിനുശേഷം നേരെ വീണ്ടും കോലാലംപൂർ വന്നു. അന്ന് രാത്രി അവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മെലാക്കയിലേക്കാണ്. അവിടെ ഒരു ദിവസം താമസിച്ചു. അതിനുശേഷം നേരെ പോയത് സിംഗപ്പൂർ ബോർഡറായ JBയിലേക്കാണ്. അന്ന് രാത്രി അവിടുന്ന് ഞങ്ങൾ തായ്ലൻഡ് ബോർഡറായ തുമ്പാറ്റിലേക്ക് ട്രെയിൻ കയറിയുണ്ടായി. അന്ന് രാത്രി ആ ട്രെയിനിലാണ് ഉണ്ടായത്. അതേപോലെ തന്നെ പിറ്റേ ദിവസം രാത്രി അതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നേരെ ഗമാസ് എന്നൊരു സ്ഥലത്തേക്ക് വരികയുണ്ടായി. ഗമാസിൽ നിന്ന് നേരെ വീണ്ടും കോലാലംപൂരിലേക്ക് വന്നു. കോലാലംപൂരിൽ അന്ന് താമസിച്ചു. തിരിച്ച് നേരെ പിറ്റേ ദിവസത്തെ രാത്രിക്കത്തെ വിമാനത്തിലാണ് കയറി നേരെ നമ്മുടെ കേരളത്തിലേക്ക് വരികയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ 13 രാത്രികളാണ് ഈ മലേഷ്യൻ യാത്രക്ക് ഞങ്ങൾക്ക് ആകെ വന്ന ദിവസങ്ങൾ. ഇതിൽ ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മലേഷ്യൻ യാത്രേൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുണ്ടായി 3 ആഴ്ചത്തെ യാത്രയാണിത്. ഞങ്ങൾ 3 ആഴ്ചയോളം ഇവിടെ എന്തായാലും ഉണ്ടാവുന്നു. അതങ്ങനെ തന്നെയാണ്. കാരണം ചെറിയ പൈസയിലാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വിമാനത്തിൻ്റെ ടിക്കറ്റ് കിട്ടിയത്. മലേഷ്യയിൽ എത്തിയിട്ട് അവിടുത്തെ സ്റ്റാമ്പ് അടിച്ചപ്പോൾ 30 ദിവസം അവിടെ യാത്ര ചെയ്യാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. നമുക്ക് എന്തായാലും അത് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു 13 ദിവസം എന്നുള്ളത് ഞങ്ങൾ ഏകദേശം 3 ആഴ്ച ആക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്ത് അവിടെ എത്തിയിട്ട് ടിക്കറ്റ് നോക്കുന്ന സമയത്താണ് പൈസ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. മാത്രമല്ല ഞങ്ങൾക്ക് ലങ്കാവി പോലെയുള്ള സ്ഥലത്തേക്കും ആ സമയത്ത് പോകാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പം ആകെ ചിലവായൊരു കാര്യങ്ങൾ ഇതാ ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ഓരോന്നായിട്ട് പറയാം. ചിലവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എയർപോർട്ട് ടു എയർപോർട്ടാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മലേഷ്യ പോയി തിരിച്ച് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള കണക്കുകളാണ് ഞങ്ങളിതിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് അവിടത്തേക്ക് പോയൊരു കണക്ക് ചെയ്തിട്ടില്ല. നീലേശ്വരത്ത് നിന്ന് ഞങ്ങൾ ഏറനാട് എക്സ്പ്രസ് കയറിയിട്ടാണ് നേരെ എറണാകുളത്തേക്ക് പോയത്. അന്ന് രാത്രി തന്നെ അവിടുന്ന് മലേഷ്യയിലേക്കുള്ള എയർ ഏഷ്യേൻ്റെ വിമാനത്തിലാണ് ഞങ്ങൾ പോയത്. 2 പേർക്കും കൂടിയിട്ട് 13,447 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ് ഞങ്ങൾക്ക് ആയത്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് 6,500 രൂപേൻ്റെ അടുത്ത് വരും. ഈ ടിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ 3 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇപ്പോഴൊക്കെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ 2 പേർക്കും കൂടിയുള്ള 13,000 ഇല്ലേ, അതിനെക്കാട്ടും കൂടുതലുണ്ട് ഒരാൾക്ക് ഇപ്പോൾ ടിക്കറ്റ് റേറ്റ്. നിങ്ങൾ കഴിവതും നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമ്മൾ കോലാലംപൂരിലെത്തി, മലേഷ്യയിലെത്തി. ആദ്യം തന്നെ 4 ദിവസമാണ് കോലാലംപൂരിൽ താമസിച്ചത്. 5,096 രൂപയാണ് 4 ദിവസത്തെയും കൂടെ താമസിക്കാൻ ആ ഹോട്ടലിൽ വന്ന ചാർജ്. പിന്നെ ഈ മലേഷ്യയിലത്തെ ഹോട്ടലുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ ടൂറിസ്റ്റ് ടാക്സും ഉണ്ട്, ഡെപ്പോസിറ്റും ഉണ്ട്. ടൂറിസ്റ്റ് ടാക്സ് പറയുമ്പോൾ നമ്മൾ എത്ര ദിവസമാണ് താമസിക്കുന്നത് അതിൻ്റെ കണക്കായിട്ടുള്ളൊരു ടാക്സ് അവിടെ കൊടുക്കണം. അത് റിട്ടേൺ കിട്ടില്ല. ഡെപ്പോസിറ്റ് നമുക്ക് റിട്ടേൺ കിട്ടും. നമ്മൾ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ
നശിപ്പിക്കുകയുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഒരു അർത്ഥത്തിലാണ് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുന്നത്. അപ്പം ഡെപ്പോസിറ്റ് ആയിട്ട് ഓരോരോ റൂമിൽ നിന്ന് ഓരോരോ എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കോലാലംപൂരിൽ നിന്ന് പോയത് ജോർജ് ടൗണിലേക്കാണ്. അവിടെ 2 ദിവസമാണ് നമ്മൾ താമസിച്ചത്. ഈ ജോർജ് ടൗണിൽ ഡോർമെട്രീസും അവൈലബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമാണ് എടുത്തത്. അവിടെ 2 ദിവസത്തേക്ക് 2878 രൂപയാണ് ആയത്. അതിനുശേഷം വീണ്ടും കോലാലംപൂരിലേക്ക് വരികയുണ്ടായി. അവിടെ 1 ദിവസമാണ് താമസിച്ചത്, 1588 രൂപയും. അതിനുശേഷം ഞങ്ങൾ നേരെ മലാക്കയിലേക്ക് പോയി. അവിടെയും 1 ദിവസമാണ് താമസിച്ചത്, 1420 രൂപയാണ് അവിടെ ഞങ്ങൾക്ക് റൂമിന് വന്ന വാടക. അതിനുശേഷം JBയിലേക്കും തുമ്പാറ്റിലേക്കൊക്കെ പോയിട്ട് വീണ്ടും കോലാലംപൂരിൽ ലാസ്റ്റ് രാത്രി. അത് ഞങ്ങളൊരു 4 സ്റ്റാർ ഹോട്ടലാണ് എടുത്തത്. അതിന് 2765 രൂപയാണ് ആകെ വന്നത്. ഈ ലാസ്റ്റ് എടുത്ത റൂമിൽ ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഡെപ്പോസിറ്റ് മാത്രമാണ് ചോദിച്ചത്, 100 റിങ്കറ്റ്. ഈ റൂമിൻ്റെ മാത്രം ആയ കണക്കെന്ന് പറഞ്ഞത് 15776 രൂപയാണ്. അതിനുശേഷം നമുക്കിനിപ്പോൾ ബസ്സിലേക്ക് വരാം. നമ്മൾ ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്തു. ബുക്കിംഗ് തന്നെ ഞങ്ങൾ ഒരുപാട് ബസ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗെൻഡിങ് ഹൈലാൻഡിലേക്ക്, മെലാക്കയിലേക്ക്, ജോർജ് ടൗണിലേക്ക്, ഇവിടത്തേക്കൊക്കെ ഒരുപാട് ബസ്സിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായി. അതുപോലെ തന്നെ സിറ്റിക്കകത്തും ഒരുപാട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായി. ഇതിനൊക്കെ കൂടിയിട്ട് 5723 രൂപയാണ് ഞങ്ങൾക്ക് ആകെ ആയത്. ഇതൊക്കെ ഇന്ത്യൻ രൂപയാണ്. അതിനുശേഷം ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്കൊക്കെ പോയില്ലേ, അവിടെ സ്കൈവേ കയറി. അതിനുശേഷം ബാത്തു കേവ്സിലേക്ക് പോയി. പെനാങ് ഹില്ലിലേക്ക് പോകുന്നൊരു ട്രെയിനിൽ കയറി. JBയിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി. അതിനൊക്കെ എല്ലാം കൂടിയിട്ട് 5035 രൂപയാണ് ഞങ്ങൾക്ക് ആകെ ആയത്. പിന്നെ അടുത്തതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, മലേഷ്യയിൽ ഇത്രയും ദിവസം താമസിച്ചല്ലോ, ഫുഡിനൊക്കെ കൂടിയിട്ട് എത്ര രൂപ ചിലവായി. ഫുഡിനൊക്കെ കൂടിയിട്ട് 570 റിങ്കറ്റാണ് ആയത്. അതായത് ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 13806 രൂപ. അതിനുശേഷം ഒരു ഫെറി ഉണ്ട്. ഈ ഫെറീൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ആകെ ഒരു ഫെറിയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അത് ജോർജ് ടൗണിലേക്ക് പോകാനുള്ള ഒരു ഫെറിയാണ്, അപ്പ് ആൻഡ് ഡൗൺ. അതൊക്കെ കൂടിയിട്ട് 193 ഇന്ത്യൻ രൂപയാണ് ഞങ്ങൾക്ക് ആകെ ആയത്. കോലാലംപൂരിൽ നമ്മൾ വിമാനം വന്നിറങ്ങി അന്ന് തന്നെയാണ് അവിടെ നിന്നൊരു സിം എടുത്തത്. ടോക്ക് സിമ്മാണ് എടുത്തത്. അതിനാകെ ആയത് 596 ഇന്ത്യൻ രൂപയാണ്. പിന്നെ എക്സ്ട്രാ ഒരു 32 രൂപയും കൂടെ ആയി. നമ്മൾ കാർഡ് വെച്ചിട്ടാണ് അവിടെ നിന്ന് ട്രാൻസാക്ഷൻ നടത്തിയത്. അതിനൊക്കെ കൂടിയിട്ട് 628 രൂപയാണ് ആയത്, ഇന്ത്യൻ രൂപയാണ്. ഇനി മലേഷ്യയിൽ നമ്മൾ ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. മലേഷ്യയിലത്തെ ഏറ്റവും വേഗത്തിലോടുന്ന ട്രെയിനാണ് ETS എക്സ്പ്രസ്. അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടിക്കറ്റ് ചാർജ് വന്നത്. 248 റിങ്കറ്റാണ് ആകെ ആയത്, അതായത് 6006 ഇന്ത്യൻ രൂപ. അതിനുശേഷം നമ്മൾ നേരെ അതായത് JBന്ന് തുമ്പാറ്റിലേക്ക്, തായ്ലൻഡ് ബോർഡറിലേക്ക് പോവുകയുണ്ടായി. അത് KTM ഇൻ്റർസിറ്റിക്കാണ് പോയത്. 88 റിങ്കറ്റാണ് രണ്ടുപേർക്കും കൂടെ ആയത്, അതായത് ഇന്ത്യൻ രൂപ 2131 രൂപ. പിന്നെ അവിടുന്ന് തുമ്പാറ്റിൽ നിന്ന് നേരെ ഗമാസ് എന്ന സ്ഥലത്തേക്ക് വരികയുണ്ടായി. അതിന് 68 റിങ്കറ്റാണ് ആയത്, 1647 രൂപ. ഈ നമ്മുടെ ETS എക്സ്പ്രസ് കഴിഞ്ഞ ഉടനെ തന്നെ മലേഷ്യയിലെ ഏറ്റവും വേഗത്തിലോടുന്ന ട്രെയിനാണ് ETS പ്ലാറ്റിനം. അതിൽ നമ്മൾ യാത്ര ചെയ്യണ്ടായി. അതിന് 124 റിങ്കറ്റാണ് ആകെ ആയത്, അതായത് 3003 ഇന്ത്യൻ രൂപ. ടോട്ടലി 12787 ഇന്ത്യൻ രൂപയാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമായ ഒരു ചാർജ്. ഇനി സിറ്റിക്കകത്ത് തന്നെ കൊമ്മ്യൂട്ടർ ഉണ്ട്, മോണോറെയിൽ ഉണ്ട്, അതുപോലെ തന്നെ മെട്രോ ഉണ്ട്. ഇതിനൊക്കെ കൂടിയിട്ട് ആകെ ഞങ്ങൾക്ക് ആയ ചിലവ് എന്ന് പറയുന്നത് 1751 രൂപയാണ്. പിന്നെ ഈ കോലാലംപൂരിൽ തന്നെ, അതായത് മലേഷ്യയിൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ടാക്സി ആക്കുമല്ലോ, അതിനെ പറയുന്ന പേര് ഗ്രാബ് എന്നാണ്. നമ്മൾ ആകെ ആക്കിയത് മെലാക്കയിൽ നിന്ന് മാത്രമാണ്. അതിനാകെ ആയത് 314 ഇന്ത്യൻ രൂപ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റിൽ വരികയുണ്ടായിരുന്നല്ലോ, അതിന് ഒരാൾക്ക് ഏകദേശം 5500 രൂപേൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് ഒരാൾക്ക് വന്നത്. എല്ലാം കൂടിയിട്ട് 11340 രൂപയാണ് ആ വിമാനത്തിന് റിട്ടേൺ വരുന്ന ആ ഒരു ബാത്തിക് എയറിന് ഞങ്ങൾക്ക് ആകെ ആയത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരുപാട് ATM ട്രാൻസാക്ഷനൊക്കെ നടത്തിയല്ലോ. ആദ്യം തന്നെ പറയാം, നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ മാറിയുണ്ടായി. ഞങ്ങൾക്ക് അതിൽ കുറച്ച് നഷ്ടം വരികയുണ്ടായി. 2500 രൂപ അങ്ങനെ നഷ്ടം വന്നു. അതിനുശേഷം കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പൈസ എടുക്കുകയുണ്ടായി. അതിൽ നിന്ന് ഏകദേശം ഒരു 1500 രൂപ നഷ്ടം വന്നു. അതിനുശേഷം ഒരു 125 രൂപ നഷ്ടം വന്നു. പിന്നെ കോലാലംപൂരിൽ നിന്ന് തന്നെ വീണ്ടും ഒരു പൈസ എടുക്കുകയുണ്ടായി. അതിൽ നിന്നൊരു 1000 രൂപ നഷ്ടം വന്നു. അങ്ങനെ ടോട്ടലി 5125 രൂപയാണ് അങ്ങനെ ATM വഴി നഷ്ടമായത്. ഇനി ടോട്ടലുള്ള ചിലവ് പറയണ്ടേ. 13 രാത്രിയാണ് മലേഷ്യയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ 13 രാത്രിക്ക്, മലേഷ്യൻ യാത്രയ്ക്ക്
ഞങ്ങൾക്ക് ആകെ വന്ന ചിലവ് 85,925 ഇന്ത്യൻ രൂപ, 85,925 രൂപയാണ് ഞങ്ങൾക്ക് ആകെ വന്നത്. മലേഷ്യൻ യാത്രയ്ക്ക് ആകെ എത്ര രൂപ ചിലവായെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ. ഇനി കുറച്ച് പൊതുവായ കാര്യങ്ങൾ പറയാം. മലേഷ്യയിലെ കോലാലംപൂരിലെ വിമാനം ഇറങ്ങി നേരെ പോയത് എമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണല്ലോ. ഞങ്ങൾ 2 രാജ്യത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് സിംഗപ്പൂരിൻ്റെ ബോർഡറിലേക്ക് പോകുന്നുണ്ട്, തായ്ലൻഡിൻ്റെ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി ഓഫീസറിന് ഡൗട്ട് അടിച്ചു. നമ്മളെ വേറൊരു ഓഫീസറിൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഇതിന് വരാനുള്ള മെയിൻ കാരണം ഇവിടെ ഈ ഒരു ടൂറിസ്റ്റിൻ്റെ പർപ്പസിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ജോലി ആവശ്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അതാണ് ഇവർക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കാനുള്ള മെയിൻ കാരണം. നമ്മൾ രണ്ടാമത് ആ ഒരു ഓഫീസറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ യൂട്യൂബും അതുപോലെ ശ്രീലങ്ക യാത്രേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നത്. പിന്നെ നിങ്ങളൊക്കെ മലേഷ്യയിലേക്ക് വരുമ്പോൾ മാക്സിമം 5 or 6 അല്ലെങ്കിൽ 4 ദിവസമൊക്കെ കോലാലംപൂർ മാത്രമാണെങ്കിൽ ഇതൊന്നും ചോദിക്കാനേ നിൽക്കില്ല. ഇനി ഇവിടുത്തെ ബുക്കിംഗ് ഒക്കെ എങ്ങനെ ചെയ്തെന്ന് പറയാം. ആദ്യം തന്നെ ബസ്സുകൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് പറയാം. റെഡ് ബസ് ആപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങൾ ബസ്സുകളൊക്കെ ബുക്ക് ചെയ്തത്. റെഡ് ബസ്സിൻ്റെ ആപ്ലിക്കേഷനിൽ കൺട്രി മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. ഇന്ത്യ ഉണ്ടാവുന്നത് മലേഷ്യയിലേക്ക് ആക്കിയാൽ മതി. പിന്നെ ബസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഏതെങ്കിലും ബസ്സിന് വൈകുന്നേരം പോകാനുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ബസ് അവിടെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ നേരെ സെക്കൻഡ് ഡേയിലേക്കാണ് പോവുക. അങ്ങനെ അബദ്ധം പറ്റാൻ വേണ്ടി പാടില്ല. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടാണ് ഞങ്ങളുടെ ലങ്കാവി ടോട്ടലി മിസ്സായി പോയത്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ ട്രെയിനുകൾ, മലേഷ്യൻ റെയിൽവേസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ ട്രെയിനുകളൊക്കെ ബുക്ക് ചെയ്തത്. അതും ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ടാക്സികൾ, അതിനെ പറയുന്ന പേരാണ് ഗ്രാബ്. ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടാക്സിയും പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിൽ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് റൂമുകളൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തത് മെയിനായിട്ട് ഗോയിബിബോ ആപ്ലിക്കേഷൻ വഴിയാണ്. പിന്നെ ഞങ്ങൾ booking.com അഗോഡയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അഗോഡ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം വേറൊരു നല്ലൊരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് കോലാലംപൂരിൽ ഗോയിബിബോയിൽ കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇനി ലാസ്റ്റാണ് ATM കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ SBIൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ് ഉള്ളത്. ഇത് രണ്ടും തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. പിന്നെ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല. ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പൈസ നഷ്ടം വരാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ചാർജസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ചാർജ് ഒന്നും ആവില്ല. എന്തായാലും അപ്കമിങ് യാത്രകളിൽ ഒരു ഫോറസ്റ്റ് കാർഡ് എന്തായാലും എടുക്കണം. മലേഷ്യയിൽ പോയിട്ട് ആദ്യത്തെ 3 വീഡിയോ ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോലാലംപൂരിൽ തന്നെയുള്ള ഒരു മലയാളി ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടായി, നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്ത് തരാം, നിങ്ങളെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ, നിങ്ങൾ പോവാത്ത കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞു, ചേട്ടാ ഞങ്ങളിപ്പോൾ ഇവിടെ ഇല്ല, കോലാലംപൂരിൽ നിന്ന് ഓൾറെഡി ലീവായി എന്ന് പറഞ്ഞൊന്ന് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആയിരിക്കാം. കാരണം വീണ്ടും മെസ്സേജ് അയച്ചു, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അയക്കൂ, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ചേട്ടാ ഞങ്ങളിപ്പോൾ അവിടെ ഇല്ല, ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ലീവായി എന്ന് പറഞ്ഞിട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് ഞങ്ങളുടെ യൂട്യൂബിൻ്റെ കമൻറ്റിലൊക്കെ വളരെ മോശം രീതിയിലാണ് കമൻറ്റ് ചെയ്തത്. കാരണം അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കോൺടാക്റ്റ് വേണ്ട, ആ രീതിയിലുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായത്. ഒരുമാതിരി ഫസ്ട്രേറ്റഡ് ആയിരുന്ന രീതിയിലുള്ള ഒരു കമൻറ്റാണ് ഇട്ടത്. ഞാൻ അതിന് ശേഷം അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്, അതിനുശേഷം പുള്ളി ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകാനുണ്ടായത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നില്ലയോ എന്നറിയില്ല അല്ലേ, എന്താണെന്നറിയില്ല. ആളുകൾ ഇങ്ങനെ ഫസ്ട്രേഷൻ വരാൻ കാരണം കുറെ കമന്റ് കാണുമ്പോൾ തന്നെ നമ്മൾ മലേഷ്യയിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു പേടി. അതെന്താ എനിക്കറിയില്ല ആ കാര്യത്തിനെ കുറിച്ച്. കാരണം ചില സമയത്ത് സാധാരണക്കാരായ ആളുകൾ പോകുന്നത് ചിലപ്പോൾ അസൂയ കുശുമ്പൊക്കെ തോന്നുമല്ലോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ 6,500 വെറും 6,500 രൂപയ്ക്ക് എങ്ങനെ വിമാന ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞത്, അതിലും പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ഉണ്ടായി, ബ്രോ എന്തിനാണ് ഇങ്ങനെ ഫേക്ക് തമ്പനിയിൽ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇടായിരുന്നു. അതിനുണ്ടല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. കൊച്ചിയിൽ നിന്നും കോലാലംപൂരിലേക്കുള്ള ഞങ്ങളുടെ വിമാനത്തിന്റെ ടിക്കറ്റ് ഇതാണ്. എയർ ഏഷ്യക്ക് 13,447 രൂപ. ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ബാത്തിക് എയറിന്റെ ടിക്കറ്റാണിത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരൊക്കെ ഇവിടെ കാണാം. 11,369 രൂപ. ഈ ഒരു വീഡിയോ മലേഷ്യയിലേക്ക് പോകുന്ന ആ യാത്രയുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു മെസ്സേജ് അന്ന് വരില്ലായിരുന്നു. അതായത് 6,500 കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ 5,500 കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്പനയിൽ വെച്ചത് കൃത്യമായ രീതിയിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് തമ്പനയിൽ നമുക്കാകാം. ഒരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പറയണ്ടായി, അത് നൈറ്റിലത്തെ അവിടെ നൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ
പലതരം മോശപ്പെട്ട കാഴ്ചകളൊക്കെ ഉണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. അതൊക്കെ തമ്പനിയിൽ വെച്ചാലും അവസ്ഥ വെച്ചൊക്കെ നല്ല റീച്ച് കിട്ടും. കാരണം കൂടുതൽ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക കാണുന്ന ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ. മറ്റൊന്ന് തുമ്പാറ്റിൽ പോയ സമയത്ത് ഈ മതപരമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ചെറിയൊരു ക്യാപ്ചർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് പാടെ ഉപേക്ഷിച്ചു. അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അതൊക്കെ തമ്പനിയിൽ വെച്ചാലും നല്ല റീച്ച് കിട്ടും. റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനത്തെ മോശപ്പെട്ട കാര്യത്തിലൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. അതൊക്കെയാണ് ഉപേക്ഷിച്ചത്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു 6000 രൂപയ്ക്ക് ഞങ്ങൾക്ക് നമ്മുടെ ബട്ടർപത്തിലേക്കൊക്കെ പോയി ഒരു ട്രെയിൻ ചെയ്യണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ 14K മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഒരു നെഗറ്റീവ് നോക്കില്ല, നേരായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ മലേഷ്യയിലേക്ക് നമ്മൾ എപ്പോഴാണ് പോകേണ്ടിയിരുന്നത്? ഒക്ടോബർ മാസം പോകേണ്ടതാണ്. ആ സമയത്ത് എത്രയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ടായത്? തിരുവനന്തപുരത്ത് നിന്ന് എയർ ഏഷ്യക്ക് 4500 രൂപ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ ഒരു പൈസ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായില്ല. ഇങ്ങനെ സ്വരൂപിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് പോയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 85,000 പോലും ആവൂല എന്ന് പറയാം. കാരണം വെച്ചാൽ ഞങ്ങൾ മലേഷ്യന്റെ ഒരുപാട് ഭാഗത്ത് പോയല്ലോ. കോലാലംപൂർ മാത്രമാണെങ്കിൽ ഇത്രയും പൈസ ഒരിക്കലാവില്ല. അതായത് മെയിൻ നോക്കേണ്ടത് ഫ്ലൈറ്റിന്റെ റേറ്റ് മാത്രമാണ്. അത് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ചുരുക്കിയിട്ട് തന്നെ നമുക്ക് വരാം. ഈ നമ്മളിപ്പോ പോയ ട്രെയിനിന്റെ പൈസ ഒന്നും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-25,000 രൂപ നഷ്ടം തന്നെ പറയാം. എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെത് പിന്നെ നമ്മൾ ഒരുപാട് ഈ ATM ഒക്കെ പൈസ നഷ്ടം വന്നല്ലോ. അതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയൊന്നും പൈസ ആവില്ല. അപ്പം എന്താ പറയുക, മലേഷ്യൻ്റെ നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത രാജ്യത്തേക്കൊക്കെ പോകുന്നുള്ളൂ. ഇപ്പം ഈ ഒരു സമയത്ത് എന്തായാലും പോകുന്നില്ല. നമ്മുടെ ഇന്ത്യയിലൂടെയുള്ള യാത്ര തന്നെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത്. അത് മെയിൻ ആയിട്ട് ഇപ്പം വിദേശത്തേക്ക് പോകാത്തത് ഒരു വാറന്റിക്ക് വിഷയം വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫ്ലൈറ്റ്. പിന്നെ വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കുറെ ആളുകൾക്ക് വീണ്ടും ഫസ്ട്രേറ്റഡ് ആവും. പല രാജ്യങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ പോവാം. അതൊക്കെ ഒന്നും പറയുന്നില്ല, ഒരു കാര്യമില്ല. അപ്പം എന്താ പറയുക, ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ.